വെൽക്കം ടു മൈ ചാനൽ. കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാണല്ലേ. അപ്പോൾ അതേ കാണുമ്പോൾ തന്നെ അറിയാം, ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓരോ വിശേഷ ദിവസമൊക്കെ വരുമ്പോഴും നമ്മൾ മലയാളികൾ എപ്പോഴും വീടിൻ്റെ മുക്കും മൂലയും വൃത്തിയാക്കലും ഒതുക്കലും അതിൻ്റേതായ തന്ത്രപ്പാടിലായിരിക്കും. ആകെ മൊത്തം ക്ലീനിങ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ കാണുന്നത് ഓണം വരുന്നതിന് മുമ്പുള്ള ഒരു ക്ലീനിങ് ആണ്. അപ്പോൾ ഇതിന് 2-3 ദിവസം മുമ്പേ ഞാൻ ക്ലീനിങ് ചെറുതായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ അതെന്തായാലും എനിക്ക് കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിറ്റേ ദിവസം തിരുവോണമാണ്. അതായത് ഇത് ശനിയാഴ്ചയിലത്തെ വീഡിയോ ആണ്, ക്ലീനിങ് വീഡിയോ. തിരുവോണ ദിവസം ആകുമ്പോൾ തലേദിവസം ഒന്നും കൂടി നമ്മൾ ഒരുക്കങ്ങൾ ഒന്നും കൂടി തകൃതിയായി നടക്കുമല്ലോ. മാത്രമല്ല ഇന്ന് ഷാജാട്ടൻ വീട്ടിലുണ്ട് താനും. എന്നാൽ പിന്നെ ഷാജാട്ടനും കൂടി ക്ലീനിങ്ങിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പിന്നെ എനിക്കൊരു ഹെൽപ്പ് ആവും ചെയ്യുമല്ലോ. ഈ ഫാനൊക്കെ തുടയ്ക്കാൻ വലിയ പാടാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ തുടച്ചാലും അത് വൃത്തിയാവില്ല എന്ന് പറയും. എന്നാൽ പിന്നെ ഷാജാട്ടനും കൂടി ചെയ്യട്ടെ എന്ന് കരുതി ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാണ് കേട്ടോ. അതിനിടയിൽ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പൂക്കളത്തിന് കുടയൊക്കെ വെച്ച് കൊടുത്തു. നമ്മൾ ചെറുതിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കാറില്ലേ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ മഴ പെയ്താൽ പൂക്കളത്തിന് ഓടിപ്പോയിട്ട് കുടയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അവർ നനയല്ലേ, മഴ കൊള്ളല്ലേ, നാശാവല്ലേ എന്നൊക്കെ കരുതിയിട്ടോ. ഇവിടെ ദേ അമ്മയും മക്കളും ദേ ഒരു ഫംഗ്ഷന് പോകാനുള്ള ഒരുക്കത്തിലാണ്. ദേ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങിയിരിക്കുകയാണ്. ഷാജാട്ടൻ അവിടെ പ്രസൻറ്റേഷൻ പൊതിയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മേനെ ഓടി ചെന്ന് പൂക്കളത്തിൻ്റെ അടുത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനും ഷാജാട്ടനും ക്ലീനിങ്ങിലായതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷന് പോകണില്ല കേട്ടോ. പിറ്റേ ദിവസം തിരുവോണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ 10 മിനിറ്റ് ഞങ്ങൾ ക്ലീനിങ് നിർത്തി വെച്ചിട്ട് ഇത്തിരി നേരം അവരെ കൂടെ ഫോട്ടോ എടുക്കാനും അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും മോനെ മുണ്ടെടുക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തു. അവർ ഡ്രസ്സൊക്കെ മാറി നിൽക്കലെന്ന് കരുതി അവരെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവർ ടാറ്റ പറഞ്ഞ് അവർ പോയിട്ടോ. അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ ക്ലീനിങ്ങിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാമെന്ന് കരുതി ഒക്കെ ഒതുക്കലും വൃത്തിയാക്കലും ഒക്കെ ഒരുവിധം ചെയ്യലാണ്. വിരികൾ മാറ്റലും അടിച്ചു വരലും ഒക്കെ ആയി ഇരിക്കുകയാണ്. അങ്ങനെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്നു. ഉച്ചനേരമാണ്. അപ്പോഴേക്ക് ഇതേ ഫംഗ്ഷന് പോയവരൊക്കെ തിരിച്ചെത്തി. നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ പിറ്റേ ദിവസം തിരുവോണത്തെ കഷ്ണങ്ങൾ അരിയിലാണ് പ്രധാന പണിയായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. വേഗം ഞങ്ങൾ തിരുവോണത്തിന് സദ്യ ഞങ്ങളുടെ വേഗം എത്തി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കണം. പായസം പള്ളിയിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം നമുക്ക് വെക്കേണ്ടായിരുന്നു. അതുപോലെ തന്നെ സാമ്പാർ തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റു കറികളുടെ കഷ്ണങ്ങളും നാളികേരം ചിരകളും ഒക്കെ വേഗം തലേദിവസം തന്നെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വേഗം സദ്യയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഷാജാൻ്റെ പെങ്ങളും ചേട്ടനും ഭാര്യയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു. തിരുവാതിര കളിച്ചു, വീഡിയോ എടുത്തു, കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു കേട്ടോ. ഓണത്തിന് എല്ലാവരും കൂട്ടിമുട്ടുമ്പോൾ ഒരു സന്തോഷമൊക്കെയാണല്ലേ. അപ്പോൾ അവരുടെ മക്കളൊക്കെ പഠിക്കുകയാണ്, നഴ്സിംഗാണ് പഠിക്കുന്നത്. അവരിവിടെയല്ല, ഉടുപ്പിയിലാണ്. 2 ദിവസത്തെ ലീവിന് വന്നതാണ് കേട്ടോ അവർ. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് കുറേയൊക്കെ തെറ്റിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഞങ്ങളൊക്കെ കളിക്കുകയായിരുന്നു കേട്ടോ. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ കളിച്ചു കേട്ടോ. ആ സമയത്ത് 2-3 വട്ടം ഞങ്ങളൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്തേ ഉള്ളൂ. പിന്നെന്താ, ഇത് കോപ്പറേറ്റ് വരുന്നത് കൊണ്ടാണ് ലോങ് വീഡിയോയിൽ ഇടാണ്ടിരുന്നത് കേട്ടോ. ഇനി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. കൈതപ്പൂ മണമുള്ള ചഞ്ചലാക്ഷി പാടുന്നില്ലേ, പാടി കഴിഞ്ഞാൽ എല്ലാവരും ഓടും, അതുകൊണ്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഈ പാട്ടാണ് കേട്ടോ തിരുവാതിര കളി കളിച്ചത് ഞങ്ങൾ. ഓരോ ഓണവും അതുപോലെ തന്നെ ഓരോ വിശേഷ ദിവസവും നമുക്ക് വലിയ വലിയ പ്രതീക്ഷകളാണ് നമുക്ക് തരുന്നത് അല്ലേ. അങ്ങനെയല്ല, അടുത്ത ഓണത്തിന് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം നോക്കണം. നമ്മൾ കുറേ പ്ലാനിങ്ങും നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരുടെ പ്ലാനിങ്ങും അതുപോലെ തന്നെ സന്തോഷവും എല്ലാം ഇനിയും ഇതുപോലെയൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നല്ല പ്രതീക്ഷ അർപ്പിക്കുന്ന നല്ലൊരു ഇനിയൊരു ഓണം നമുക്ക് വരാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. തിരുവാതിരക്കളി കൂടാതെ ഞങ്ങൾ ഇതുപോലെ ഇന്ന് തെങ്കാശിപ്പട്ടം എന്ന സിനിമയിലെ ഒരു ഡാൻസും കൂടി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു കേട്ടോ. അത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഒരുപാട് നാളായി ഇങ്ങനെ പ്രാക്ടീസൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. എന്നാലും അതൊന്ന് വകവയ്ക്കാതെ ഞങ്ങൾ കളിച്ചു കേട്ടോ. നല്ലൊരു രസമായിരുന്നു. എങ്കിലും ഇതൊക്കെ പിന്നീട് നമുക്ക് നല്ലൊരു ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുക അല്ലേ. കഴിയുന്ന ഓരോ നിമിഷവും നമുക്ക് പിന്നീട് അതൊക്കെ നല്ല നല്ല ഓർമ്മകളായിട്ടാണ് നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ടാണ്. അവിടുത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.